ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക് പറഞ്ഞാൽ ജനറൽ സർവീസ്, അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ബ്രേക്ക് ചെക്കപ്പ്, അതേപോലെ ബ്രേക്ക് കേബിൾഡേഴ്സ്, കാർബറേറ്റർ ക്ലീൻ ചെയ്യണം, അതേപോലെ ഫ്രണ്ട് വൈബ്രേഷൻ, വയറിങ് ചെക്കപ്പ്, ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് ചെക്കപ്പ്, ആക്സിലേറ്റർ, ഷോക്ക് അബ്സറിൻ്റെ സൗണ്ട്, അങ്ങനെ കുറച്ച് കംപ്ലയിൻസ് ഉള്ള സീറ്റ് ലോക്ക് അടക്കം അങ്ങനെ കുറച്ച് കംപ്ലയിൻസിലാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ബാക്ക് വീലിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് വലിയ പഴക്കമില്ല, പക്ഷേ കമ്പനി ലൈനറൊന്നുമല്ല, ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ കിടക്കണേ, പക്ഷേ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനർ തന്നെ ക്ലീൻ ചെയ്തിടാം. പിന്നീട് മാറ്റിയിടുന്ന സമയത്ത് ഒറിജിനൽ ലൈനർ ഇടാനായിട്ട് നോക്കുക, കാരണം നല്ലോണം ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ. അതല്ലെങ്കിൽ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലായിരിക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ എസ്റ്റിമേറ്റിൽ ബ്രേക്ക് ലൈനർ ഉൾപ്പെടുത്തുന്നില്ല, ബ്രേക്ക് ക്ലീൻ ചെയ്തിടണുള്ളൂ. ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഗിയർ ഓയിൽ നോക്കുമ്പോൾ ഗിയർ ഓയിൽ തീരെ മോശമില്ല, പക്ഷേ ഓയിൽ ലെവലില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗിയർ ഓയിൽ മാറ്റേണ്ടി വരും. അത് ടോപ്പ് അപ്പ് നടക്കില്ല, മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണത്, തന്നെയല്ല പൊടി കയറി ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റിയിടണം. എയർ ഫിൽറ്ററും കാർബറേറ്റർ പ്ലഗിൻ്റെ ഭാഗം, അത്രയും ഭാഗമാണ് നമുക്ക് പ്ലഗ് മാറ്റി. എയർ ഫിൽറ്ററും പ്ലഗും മാറ്റണം, കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ആ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇതിനകത്ത് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്, അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത് കയറ്റാം. ചില കേസിൽ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാറുണ്ട്. ഇതിന് ഈ വണ്ടിക്ക് വരുമെന്നല്ല, ഒരു പക്ഷേ വരാനുള്ള സാധ്യത നിലവിലുണ്ട് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബറേറ്റേഴ്സിൻ്റെയൊക്കെ നമുക്ക് മാറ്റാനാണ് പറ്റുള്ളൂ. തൽക്കാലം നമ്മൾ ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ വാട്സാപ്പിൽ ഇടണം കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിനകത്ത് കുറച്ച് കംപ്ലയിൻസുകളുണ്ട്, അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വലിയ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. നമ്മളതിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെ നോക്കുമ്പോൾ ഈ വീലും ഇതിൻ്റെ ഈ ബോസ് ഡ്രൈവും തമ്മിൽ നല്ല പ്ലേ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പവറോടെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വണ്ടി വലിക്കാനൊരു പ്രശ്നം കാണിക്കും. തന്നെയല്ല, നമുക്ക് അതിൻ്റെ ഈ വീലിൻ്റെ ഭാഗം നോക്കിയറിയാം, ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ടേപ്പറായിട്ട് നല്ലോണം തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീലും ബോസ് ഡ്രൈവും മാറ്റിയിടാം. ഈ റോളർ സെറ്റ് നമ്മൾ നോക്കുമ്പോൾ തേയ്മാനം ഉണ്ട്, പക്ഷേ ഈ സൈഡൊക്കെ അത് വെട്ടി തേഞ്ഞിട്ടുണ്ട്. ഈ സൈഡൊക്കെ വെട്ടി തേയ്മാനം വന്നതാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ റോളർ ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം, പിന്നീട് മാറ്റി കളഞ്ഞാൽ മതി. പക്ഷേ ഈ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും നിർബന്ധമായിട്ട് നമ്മൾ മാറ്റണം. അത് ശരിക്കും നമുക്ക് ഡയറക്റ്റ് വണ്ടിയുടെ പിക്കപ്പിനൊക്കെ ബാധിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബുഷ്, പ്ലാസ്റ്റിക് ബുഷാണ്, അത് നമുക്ക് മാറ്റിയിടണം കേട്ടോ. അതിനും ഫ്രീ പ്ലേ കാണിക്കുന്നുണ്ട്. അത് കംപ്ലയിൻ്റ് ആണെങ്കിലും നമുക്ക് ഈ വീല് ഡാമേജ് വരും. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരണം. ക്ലച്ച് യൂണിറ്റ് നമ്മൾ നോക്കി വർക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി, ബെൽറ്റ് നമ്മൾ കിടക്കുന്നത് പക്ക ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോണ്ടല്ലോ മൊത്തം പൊട്ടിയിരിക്കണം കേട്ടോ. കാരണം ഇത് വലിയ പഴക്കം തോന്നണില്ല, പക്ഷേ ഓൾറെഡി ബെൽറ്റ് ഇപ്പോൾ പൊട്ടിയേക്കുന്ന സിറ്റുവേഷനാണ് നിൽക്കണേ. ബെൽറ്റ് മാറ്റി പോയില്ല എന്നുണ്ടെങ്കിൽ, മാറ്റി കൈയോടെ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബെൽറ്റ് പൊട്ടി വഴിപ്പെടും. അത് ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നാൽ ഇത് വലിയ പഴക്കം ഉണ്ടാവില്ല. സാധാരണ നമുക്കിപ്പോൾ കമ്പനി ബെൽറ്റ് ഇട്ടാൽ പോലും നമുക്ക് ഏകദേശം ഒരു 25,000 35,000 ഇടയിൽ സാധാരണ മാറ്റേണ്ടി വരാറുണ്ട്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ അത്രയും പോലും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എന്തായാലും പൊട്ടിയിരിക്കുകയാണ്, അപ്പോൾ അത് നമുക്ക് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ പൊട്ടിയാണ്, ഔട്ടർ പൊട്ടിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്കുള്ള എൻജിൻ ഹെഡിൻ്റെ അവിടെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഹെഡിൻ്റെ ഭാഗത്ത്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്, നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഓപ്പണായിട്ട് കഴുകുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അത് വാട്ടർ സർവീസിനെ പറ്റിയിട്ടൊന്നും ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ കഴുകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്കൊന്ന് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്തു പോവാം. അപ്പോൾ കാര്യമായിട്ട് ഇത് ചേസിൻ്റെ ഭാഗത്തൊക്കെ മൊത്തത്തിൽ തുരുമ്പാണ്. അതായത് ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തും തുരുമ്പുണ്ട്. ഇവിടെ ഓൾറെഡി പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഈ സൈഡിൽ. പക്ഷെ ഇങ്ങടേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലൊക്കെ വരുമ്പോൾ ഈ ഹാൻഡലിൻ്റെ ഇവിടെയൊക്കെ മൊത്തം തുരുമ്പ്, ഈ സൈഡൊക്കെ ഉണ്ടാവും, മൊത്തത്തിൽ തുരുമ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ ഉപ്പുകാറ്റുള്ള ഭാഗത്തൊക്കെ ഉള്ള വണ്ടി ആയിരിക്കാം, അതല്ലാണ്ട് ഇത്രയും തുരുമ്പ് വരാൻ സാധ്യതയില്ല. കാരണം ഈ റിമ്മൊക്കെ ഉണ്ടോ, റിമ്മൊക്കെ തുരുമ്പിട്ടിരിക്കുകയാണ്. ഈ സൈഡൊക്കെ തുരുമ്പാണ്, ഈ സൈഡ് ഫുള്ള് തുരുമ്പാണ്. അതേപോലെ തന്നെ ബാക്കിലത്തെ. അപ്പോൾ ഇടയ്ക്കൊന്ന് കഴുകി വിടണം നല്ലതാണ്. അപ്പോൾ തുരുമ്പുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ കൈയോടെ പെയിൻറ്റ് ടച്ച് ചെയ്താൽ നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല, ചെയ്യണേസൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ അതിനകത്തൊന്ന് സൂചിപ്പിച്ച് നോക്കും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ഈ ഷോക്കിൻ്റെ ബുഷ് പോയി കിടക്കണം, മൊത്തം അഴിച്ചപ്പോൾ ഇതേപോലെ പൊടിഞ്ഞാൽ പോകുന്നതാണ്. അപ്പോൾ ഷോക്കിൻ്റെ ബുഷ് മാറ്റിയിടണം. ലിങ്ക് ബുഷ് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തിടാം. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. തന്നെയല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്രൗൺ പിനിയൻ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. ആ സ്വിച്ച് പറഞ്ഞ കംപ്ലയിൻ്റ് ഉണ്ട് മാറ്റാനായിട്ട്. പിന്നെ നമുക്ക് ക്ലച്ചിനകത്താണ് മെയിനായിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസ് തന്നെ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ
സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റും നമുക്കൊന്ന് മാറ്റിയിടാം. പ്ലഗിൻ്റെ ഭാഗവും പ്ലഗ് കൂടി നമുക്കൊന്ന് മാറ്റിയിടേണ്ടി വരും കേട്ടോ. അപ്പോഴാണ് നമുക്ക് മൈലേജിൻ്റെ കേസൊക്കെ ഒന്ന് കറക്റ്റ് ആവുള്ളൂ. മൈലേജ് മാത്രമല്ല, നമുക്ക് ആ വലിയ മുട്ടണേൻ്റെ ഒരു പ്രശ്നമുണ്ട് നിലവിൽ. വണ്ടി മിസ്സിങ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം സോൾവ് ആവണമെങ്കിൽ അത്രയും ഭാഗം റെഡിയാക്കണം. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, നല്ല ഓയിലാണ് കേട്ടോ, പുതിയ ഓയിൽ, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഓയിൽ അത് തന്നെ മതി. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി, 12.72 വരെയൊക്കെ കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 9.17 വരെ വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടെർമിനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് റീസെറ്റ് ആക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. കുറച്ച് ഐറ്റംസ് നമുക്ക് മാറ്റാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സപ്പിൽ തരാം. വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റും കൂടി നോക്കാം, കമ്പയർ ചെയ്ത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ. കുറച്ച് താമസം വരുന്ന പണിയാണ്, നമുക്ക് പിടിയിൽ നിന്ന് തീർക്കാൻ പറ്റിയ കേസല്ല. അപ്പോൾ പരമാവധി നമ്മളൊന്ന് തരാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ.